ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയ സംഭവത്തിൽ ജയിൽ ഹെഡ് വാർഡനെയും 3 വാർഡന്മാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് ജയിൽ മേധാവി വ്യക്തമാക്കി. അതേസമയം ഗോവിന്ദചാമിയെ കണ്ണൂർ ജയിലിൽ നിന്നും വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റും. കൂടുതൽ വിവരങ്ങളുമായി ലിബീഷ് ചേരുന്നു. ലിബീഷ്, നിലവിൽ കണ്ണൂർ ജയിലിൽ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കണ്ണൂർ ജയിലിലെ നിയമ നടപടികൾക്കും മറ്റ് എൻക്വയറികൾക്കു ശേഷം വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ കിട്ടിയ സൂചന. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? പ്രിയങ്ക, കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ വിയൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ പോലീസിന്റെയും ജയിൽ വകുപ്പിന്റെയും ഉന്നത തലത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇപ്പോൾ ഗോവിന്ദചാമിയെ കണ്ണൂരിലെ ജയിലിൽ തന്നെയാണ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സെൻട്രൽ ജയിലിൽ നിന്നും എങ്ങനെയാണ് ചാടിയതെന്ന് ഗോവിന്ദചാമി ഈ തെളിവെടുപ്പിൽ പോലീസിനോട് വിശദീകരിക്കുകയുണ്ടായി. 1.5 മാസം എടുത്താണ് ജയിലിലെ അഴികൾ മുറിച്ചതെന്നാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥരോട് തെളിവെടുപ്പിനിടെ ഗോവിന്ദചാമി വിശദീകരിച്ചത്. ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അഴികൾക്കിടയിലെ പാടുകൾ കാണാതിരിക്കാൻ തുണി കൊണ്ട് മറച്ചുവെച്ചതായും തെളിവെടുപ്പിനിടെ ഗോവിന്ദചാമി മൊഴി നൽകുകയുണ്ടായി. ജയിലിന്റെ മതിൽ ചാടുന്നതിനായി ഈ ജയിലിനുള്ളിലെ പാൽപാത്രങ്ങളും മറ്റ് ഡ്രമ്മുകളും ഒക്കെ ഉപയോഗിച്ചതായും പ്രതി പോലീസിനോട് തെളിവെടുപ്പിനിടെ വെളിപ്പെടുത്തി. ജയിൽ ചാടിയതിനു ശേഷം ഗുരുവായൂരിലെത്തി മോഷണം നടത്താനായിരുന്നു പദ്ധതി എന്നാണ് ഗോവിന്ദചാമി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇങ്ങനെ മോഷ്ടിക്കുന്ന പണം കൊണ്ട് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയെന്നും തെളിവെടുപ്പിനിടെ ഗോവിന്ദചാമി വിശദീകരിക്കുകയുണ്ടായി. ഈ തെളിവെടുപ്പ് ഇപ്പോൾ ഈ ജയിലിനകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിലിനുള്ളിൽ വെച്ച് ഗോവിന്ദചാമിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ, പുറത്തുനിന്ന് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അക്കാര്യങ്ങളിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതെല്ലാം അന്വേഷണ പരിധിയിലുണ്ട്. എന്തായാലും 1.5 മാസം എടുത്തുള്ള ഒരു ആസൂത്രണം ഗോവിന്ദചാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. അതിനായി വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് നടത്തിയത്. ഈ ഷേവിംഗ് അലർജി ആണെന്ന് പറഞ്ഞ് താടി വളർത്തി, അതായത് എന്തെങ്കിലും കാരണവശാൽ പുറത്തിറങ്ങാൻ സാധിച്ചാൽ തന്നെ ആരും തിരിച്ചറിയരുത് എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരം നീക്കങ്ങളൊക്കെ നടത്തിയത്. അതിന്റെ ഭാഗമായി ജയിൽ വസ്ത്രം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഈ ജയിലിൽ വിചാരണ തടവുകാരുടെ അലക്കാൻ ഇട്ടിരുന്ന കറുത്ത വസ്ത്രവും ഗോവിന്ദചാമി കൈക്കലാക്കി വെച്ചിരുന്നു. അങ്ങനെയാണ് ജയിലിൽ നിന്ന് ചാടിയ ശേഷം ഈ വസ്ത്രം ധരിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഈ ഭക്ഷണക്രമത്തിലുമൊക്കെ നിയന്ത്രണം വരുത്തി. ചപ്പാത്തി മാത്രമാണ് കഴിച്ചിരുന്നത്. അങ്ങനെ ശരീരം മെലിഞ്ഞ് ഭാരം കുറച്ച ഒരു ഗോവിന്ദചാമിയാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ കൃത്യമായി 1.5 മാസത്തോളം എടുത്തുള്ള ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ജയിലിൽ നിന്നും ചാടിയത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റു കാര്യങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഉത്തരവാദികളായെന്ന് കണ്ടെത്തിയ 4 ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ജയിൽ വകുപ്പ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ ജയിലിന്റെ അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജോ, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറായിട്ടുള്ള രജീഷ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരായ സഞ്ജയ്, അഖിൽ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്ന് ജയിൽ മേധാവിയായ ADGP ബൽറാം കുമാർ ഉപാധ്യായും സമ്മതിച്ചിട്ടുണ്ട്. കണ്ണൂർ റേഞ്ച് DIGയെ കൂടുതൽ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണ്. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായ ശേഷമായിരിക്കും വിയൂർ സെൻട്രൽ ജയിലിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള തീരുമാനം ഉണ്ടാവുക. ശരി ലിബീഷ്, ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയ സംഭവത്തിൽ ജയിൽ ഹെഡ് വാർഡനെയും 3 വാർഡന്മാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് കടുത്ത വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. 1.5 മാസം കടുത്ത ആസൂത്രണത്തിനൊടുവിലാണ് ജയിൽ ഗോവിന്ദചാമി ചാടിയിരിക്കുന്നത്. ഭക്ഷണക്രമത്തിലും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളാണ് ലിബീഷ് നൽകിയത്.